ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ പോളിംഗ് ഡേയിൽ പോലും ഉണ്ടായിട്ടുണ്ട് UDF കൺവീനറുടെ ഭാഗത്തുനിന്ന്. ആരെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അത് UDFന്റേതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത്. ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരുമുള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിലെ രണ്ടാമത്തെ പരാതി CMന് നേരിട്ടാണ് കിട്ടിയിരുന്നത്. ആ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്. രണ്ടാമത്തെ പരാതി KPCC അല്ലേ കൊടുത്തത്? എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. സംശയം. ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന അതൊക്കെ ഇവിടെ കാണേണ്ട ഒരു കാര്യം. ഈ പറയുന്ന കോൺഗ്രസിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോയാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവര് നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. മതി 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 മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പല വിവാദങ്ങൾക്കും മറുപടി പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല കൊലപ്പെടുത്തി കളയുമെന്നുള്ള ഭീതിയിൽ പലരും പരാതികളുമായി വരാൻ ഭയപ്പെടുന്നു എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും പരാതികൾ ഉയർന്നു വന്നേക്കാം എന്നുകൂടി അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികൾ ലഭിച്ചിട്ടാണോ അദ്ദേഹം പറയുന്നത് എന്നറിയില്ല. ദീപക് തർമ്മടം നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. SK ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗിക വൈകൃതക്കാർ, കുറ്റവാളികളായവർ പറയുന്ന ജൽപ്പനങ്ങൾ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി അതിൽ പറഞ്ഞത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്ന KPCC പ്രസിഡന്റിന്റെ, അതായത് ഒരു ആസൂത്രിതമായ പരാതിയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോഴായിരുന്നു ഇത്തരമൊരു പ്രതികരണം. ആ പ്രതികരണത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ലൈംഗിക വൈകൃതക്കാരായ ഒരു കൂട്ടം, ആ കൂട്ടം ചെയ്ത ഒരുപാട് കുറ്റകൃത്യം, മാത്രവുമല്ല ഇരകളെ കൊന്നു തള്ളുമെന്ന ഭീഷണിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ തെളിവുകളുമായി മുൻപോട്ട് വരാൻ മടിക്കുന്നു. ഇനിയും നിരവധി പരാതികൾ വന്നേക്കുമെന്ന സൂചന കൂടി മുഖ്യമന്ത്രി നൽകുകയാണ്. സ്വാഭാവികമായും നിരവധി പരാതികളുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ കേട്ടതാണ്. അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുമെന്ന ചില ഇന്ത്യയിൽ സൂചനകൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാകണം. ഏതായാലും മുഖ്യമന്ത്രി ഒരു കാര്യം കൃത്യമായി പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്ന സൂചനകളാണ് അദ്ദേഹം നൽകുന്നത്. മാത്രവുമല്ല ഇത്തരം കുറ്റവാളികൾ പറയുന്നതിന് വേണ്ടി നിന്നുകൊടുക്കില്ല നാട് എന്ന് പറയുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ വളരെ കർക്കശമായ നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത്. മറ്റൊന്ന്, ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് നിലപാട് പ്രഖ്യാപിക്കുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തെക്കുറിച്ചാണ്. UDFനെ സഹായിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നാട് തിരിച്ചറിയുമെന്ന് പറയുന്നു. അത് UDFന് ജനപിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം തിരിച്ചടിയായി മാറുമെന്ന് പറയുന്നു. മാത്രവുമല്ല ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ വിജയമുണ്ടാകും, നാടാകെ ഇടതുമുന്നണിയെ
അംഗീകരിക്കുന്നതാണ്. ശബരിമല UDF-ഉം അതുപോലെ BJP-യും പറയുന്നുണ്ട്. പക്ഷേ ശബരിമലയിൽ ഒരു കുറ്റകൃത്യം നടന്നു, കുറ്റകൃത്യത്തിനെതിരെ കൃത്യമായ നടപടി സർക്കാർ എടുത്തു, പോലീസ് എടുത്തു എന്നല്ലാതെ അതിനെ വലിയ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായ പ്രചരണമാക്കാൻ ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ് UDF-ഉം BJP-യും. പക്ഷേ അത് ഫലം കാണില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. SKN ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. പിണറായി 1-ാം വാർഡിലാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.